ഹലോ ഗായ്സ്, ഇന്നാണ്ട് ചോറൂണാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇപ്പോൾ സമയം വന്നിട്ട് വെളുപ്പിന് 12:30. എനിക്ക് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം, ടെക്നിക്കലി പറഞ്ഞാൽ ആ ദിവസമാണ്, ബട്ട് അടുത്ത ദിവസമായിട്ട് കൺസിഡർ ചെയ്യാം. ആ ദിവസം നമ്മൾ ഈ ആന ചോറ് കൊടുക്കാനായിട്ട് ഗുരുവായൂരോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. 10:30 ഇറങ്ങണമെന്നായിരുന്നു പ്ലാൻ, ബട്ട് അൺഫോർച്യുനേറ്റ്ലി എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. എന്നിട്ട് എഴുന്നേറ്റപ്പോഴത്തേക്കും 11:30. എന്നിട്ട് 1 മണിക്കൂറിൻ്റെ എല്ലാം റെഡി ചെയ്താ. അമ്മ അനിയത്തിയെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കും. പാക്കിംഗ് ഒന്നും പാക്ക് ചെയ്തിട്ടില്ല, എല്ലാം പാക്ക് ചെയ്ത് പെട്ടെന്ന് സെറ്റ് ചെയ്ത് കാറിലേക്ക് എടുത്തിട്ട് കയറാൻ പോവാം. താക്കോലൊക്കെ വന്നാൽ നിന്റെ വീട്ടിൽ താക്കോൽ അധികം വന്നാൽ ഞാൻ എന്ത് ഇവിടെ ഇട്ടേക്കാം. ഇതാണ് നമ്മൾ പോകുന്നത് സ്വിഫ്റ്റ് VVT എന്താണെന്ന് എനിക്കറിയണ്ട. അത് നമ്മുടെ ശരവണൻ്റെ ഫോർഡ്. നമ്മളൊരു കുക്ക് സ്റ്റോപ്പിന് നിർത്തിയിരിക്കുകയാണ്, ഹോട്ടൽ ഐഡിയാസ്. ഇതാണ് അതി. ഇനി ഒരു 68-70 കിലോമീറ്ററിനകത്തും കൂടെ ഉള്ളൂ ഗുരുവായൂരിലത്തേക്ക്. അപ്പം ഓൺ ദ വേയിൽ ഇപ്പോൾ സമയം ഏകദേശം 7 മണി. നമ്മൾ 7:30 ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചാൽ. ഇനിയിപ്പോൾ എൻ്റെ ഡൈപ്പറൊക്കെ മാറണമല്ലോ. അപ്പോൾ വിചാരിച്ചു എന്തായാലും നേരത്തെ തന്നെ എവിടെയെങ്കിലും ഹോൾട്ട് അടിക്കാം. ഇവിടെ അന്നപൂർണ്ണ കണ്ടു, പക്ഷെ അത് ഇത്ര പിടിച്ചില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ആര്യാസ് പോകും, ആര്യാസ് അത്യാവശ്യം നല്ല വൃത്തിയായിരിക്കും എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, റെസ്റ്റ് റൂംസ് അത്യാവശ്യം നീറ്റാണ്, കുഴപ്പമില്ല. കഴിച്ചു, വിശക്കും, നല്ല വിശപ്പുണ്ട്. ഇന്നലെ രാത്രി പ്രത്യേകിച്ച് കഴിച്ചിട്ടൊന്നുമില്ല, ആ ഒരു 2 ചപ്പാത്തി മാത്രമേ കഴിച്ചുള്ളൂ. നല്ല വിശപ്പുണ്ട്, കഴിച്ചിട്ട് വരാം. വന്ന് കുറേ നേരമായി. ഇപ്പോൾ രാവിലെ 10 മണിക്ക് വന്നതാണ്, ഇപ്പോൾ വൈകിട്ട് 7 മണിയായി. അതിൻ്റെ ഇടയിൽ ചെന്നിടത്ത് ഒരു ഉറക്കം ഉറങ്ങി. 2-3 മണിയായപ്പോൾ ചെന്ന് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് അമ്മൂനിടാൻ കുറച്ച് ഡ്രസ്സ്, കൊച്ചിനുള്ള മറ്റേ എന്താ പറയുക മുണ്ട് വാങ്ങിക്കണം, വെൽക്രോ മുണ്ട്, അങ്ങനെ കുറച്ച് ബേസിക് സ്റ്റഫ് ഉണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചു. പിന്നെയും ചെന്ന് കിടന്നുറങ്ങി. കാരണം എനിക്കും അമ്മൂനും എൻഗേജ്മെൻറ്റൊക്കെ ആയിട്ടും എന്താ പറയുക, നമുക്ക് വല്ല ടൈം സോൺ ഡിഫറെൻ്റ് ആയേണ്ടത് ഇതുവരെ കിക്കിനായിട്ട് മാറിയില്ലായിരുന്നു. അതല്ല ഇപ്പോഴൊന്ന് മാറിയിട്ട് ഇപ്പം ഒന്ന് ഒരു ബോധം വന്നപ്പം ഞാനും ഒന്നും കൂടെ ജസ്റ്റ് ഈവനിങ് വാക്കിൽ ഇറങ്ങി ചായ കുടിച്ച് ചുമ്മാ ക്ഷേത്രത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറയണ്ടോ. അപ്പം അങ്ങനെ ഒന്ന് നടക്കാനായിട്ട് പോരാ. നമ്മൾ മിക്കവാറും നാളെ രാവിലെയാണ് അമ്പലത്തിൽ പോണത്. കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും. ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. ഞാനിവിടെ ഒരു Airbnb ആണ് ബുക്ക് ചെയ്യുന്നത്. കാരണം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, ഞാനും അമ്മും അവളുടെ ഫാമിലി ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്. സോ അത്യാവശ്യം ഒരു 10-12 പേരോളം ഉണ്ട്. അപ്പോൾ വെറുതെ ഹോട്ടൽ റൂം എടുത്ത് കഴിഞ്ഞാൽ പരസ്പരം ആർക്കും ഒരു കോൺടാക്റ്റ് ഇല്ലാതിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാനിവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു 150 മീറ്റർ മാറി ഒരു Airbnb ആണ് എടുത്തത്. ഇവളുടെ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയൊക്കെ കൂലി പോയായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അനിയത്തി പോയില്ല, എൻ്റെ അച്ഛനും അമ്മയും കൂലി പോയിരിക്കുക. ആ ഒരു ഗ്യാപ്പിൽ ഇറങ്ങി നമ്മളൊന്ന് ഇറങ്ങിയിട്ട് ഞാൻ വിചാരിച്ച് ഇറങ്ങിയത്. ദേവൂട്ടൻ അമ്മ വിളിക്കുന്നത് ദേവൂട്ടൻ നല്ല ഉറക്കത്തില്ല. മാധവ് എന്ന് പറഞ്ഞ ഈ ഒരു കഫേയില്ല, ഈ ഒരു കഫേയിലാണ് നമ്മൾ ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, തൊട്ടടുത്തായിരുന്നു. നമ്മൾ ആ സെയിം കടയിൽ തന്നെ കയറി 2 വടയും ഒരു വാഴക്കപ്പവും 2 കോഫിയും വാങ്ങിച്ചു. അമ്മു വാഴക്കപ്പത്തിൻ്റെ ആളാണ്, എനിക്ക് വട മതി. നല്ല കട, നല്ല നീറ്റായിട്ടുള്ള കട കേട്ടോ. നല്ല, ഞാൻ പറഞ്ഞ ഓഡിയോ കിട്ടുന്നുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല, ഞാൻ ഉറപ്പിച്ചില്ല സംസാരിക്കുന്നത്. നീറ്റായിട്ടുള്ള കടയാണ്. നമ്മൾ
ചായ കുടിച്ചിങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെയൊക്കെയുള്ള കുറേ കടകളുണ്ട് ചൂട്. എന്താ കടകളിൽ നമ്മൾ കയറി കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങൾ വാങ്ങിക്കുക. നമുക്കത് കാനഡയിൽ പോകുമ്പോൾ തിരിച്ച് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകാനായിട്ട്. അതായത് ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം, മൈപ്പീലി, അങ്ങനത്തെ ബേസിക് കുറച്ച് സ്റ്റഫ് നമ്മുടെ പൂജ റൂമിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാണുമ്പോൾ പറയാം, ഞാൻ ഭയങ്കര ഡള്ളായിട്ടിരിക്കുക. നല്ല ഉറക്കമായിരുന്നു. കാരണം രാവിലെ വന്നിട്ട് ഞങ്ങളുടെ നല്ലൊരു ഉറക്കം ഉറങ്ങി. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വന്ന് നന്നായിട്ട് കിടന്നുറങ്ങി. 2-3 മണിക്കൂർ നന്നായിട്ട് കിടന്നുറങ്ങി. ആ ഒരു ഹാങ് ഓവർ. അത് അമ്മയൊക്കെ കയറിയിട്ട് വന്ന് അങ്ങനെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ പോവാണ്. ചെക്ക് ചെയ്തു. പക്ഷേ വെയിറ്റ് കാണിച്ചു കൊടുക്കരുത്. ഇല്ല, വെയിറ്റ് കാണിച്ചില്ല. ഞാൻ കാണിച്ചു. പോയിന്റ് 75 കിലോ നരിച്ച് 75.7 കിലോ തള്ളിയിടല്ലേ. കൂടുതലാണ്. ഡയറ്റ് ചെയ്യും ഡയറ്റ് ചെയ്തപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഗൈസ് ഇവിടെ. ഹലോ ഗായ്സ്, ഇന്നാണ്ട് ചോറൂണാണ്. വ്ളോഗിലിട്ടാ അച്ഛൻ? വ്ളോഗിലിട്ടാ? 10 മണിയുടെ ഫോട്ടോ വ്ളോഗ് ഇട്ടാ? ആരാ അച്ഛൻ്റെ തിരിക്കണേ? ആരാ എന്താണ്? ആരാ? ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമാ, നിൻ രാഗമോ ഭൂപാളമാ, എൻ മുന്നിൽ നീ പുലർക്കന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. കൊച്ചിന് ചോറൊക്കെ കൊടുത്തതാ. മാമി ഡ്യൂട്ടീസ് ചെയ്യുക. മേമ ഡ്യൂട്ടീസ് ചെയ്യുക. അങ്ങനെ ചോറൊക്കെ കൊടുത്തു, തുലാഭാരമൊക്കെ ചെയ്തു, അകത്തേരി നമ്മൾ തൊഴുതു. ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ആസ് യൂഷ്വൽ ബേസിക് സ്റ്റാഫ് എന്താ പറയുക. ഇനി അടുത്ത നമ്മളടുത്ത് മമ്മി വരും. പിന്നെ 2-3 ക്ഷേത്രങ്ങളിലൊക്കെ പോകണം. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പാണ്. സോ ഇത് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല എന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ഒരു മെമ്മറീന് വേണ്ടി ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ, അല്ലേ? ഓക്കെ, അപ്പം അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്ന വീഡിയോസ് കാണിച്ചാൽ. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു. ഇവിടെ അടുത്ത് വേറൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെയും പോയി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, സെറ്റിലായി നിൽക്കുക. ഇനി ഒരു 10-20 മിനിറ്റിനകത്ത് Airbnb ചെക്ക് ഔട്ട് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകണം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.